എല്ലാ വർഷവും INTUC തൊഴിലാളികൾ ശ്രീ ശരത്ചന്ദ്ര പ്രസാദിൻ്റെയും ശ്രീ ചാല സുധാകരൻ്റെയും നേതൃത്വത്തിൽ ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ ജന്മദിനത്തിനും ചരമദിനത്തിനും ഇവിടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താറുണ്ട്. നമുക്കറിയാം, അദ്ദേഹം ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പലരും യുവജന സംഘടനയിലൂടെയാണ് കോൺഗ്രസിൻ്റെ തലപ്പത്ത് വന്നതെങ്കിൽ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന ലീഡർ ശ്രീ കെ കരുണാകരൻ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെയാണ് കോൺഗ്രസിൻ്റെ തലപ്പത്ത് എത്തിയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എല്ലാ നിയമനിർമ്മാണ സഭകളിലും അദ്ദേഹത്തിന് അംഗമാവാൻ സാധിച്ചു. ആദ്യം തൃശ്ശൂർ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു, പിന്നീട് കൊച്ചി അസംബ്ലിയിൽ അംഗമായി, അതിനുശേഷം തിരുകൊച്ചി അസംബ്ലിയിൽ അംഗമായി, കേരള അസംബ്ലിയിൽ അംഗമായി, രാജ്യസഭയിലും ലോകസഭയിലും അദ്ദേഹം അംഗമായി. അതായത് നിയമനിർമ്മാണ സഭകളുടെ താഴെ തട്ട് മുതൽ ഏറ്റവും മേലെ തട്ട് വരെ അദ്ദേഹത്തിന് പ്രതിനിധീകരിക്കാൻ സാധിച്ചു. അതുപോലെ INTUCയുടെ സ്ഥാപനത്തിൽ മുഖ്യ പങ്ക് അദ്ദേഹത്തിനായിരുന്നു. ശ്രീ VK നായർ പ്രസിഡൻറ്റും ശ്രീ കെ കരുണാകരൻ ജനറൽ സെക്രട്ടറിയുമായിട്ടാണ് കേരളത്തിലെ ആദ്യത്തെ INTUCയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഭരണകർത്താവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പ്രതിപാദിക്കേണ്ട കാര്യമില്ല. ആദ്യമായി ഈ ഉദാരവൽക്കരണം നാടിനനുകൂലമായി പ്രയോജനപ്പെടുത്തിയത് ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ്. ബഹുജന പങ്കാളിത്തത്തോടുകൂടെ ഒരു പുതിയ എയർപോർട്ട് തന്നെ നിർമ്മിച്ചുകൊണ്ട് ഉദാരവൽക്കരണത്തിൻ്റെ നല്ല ഭാഗങ്ങൾ ജനങ്ങൾക്ക് അവസരം ഉണ്ടാക്കിയ അദ്ദേഹമാണ്. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച് 1991 അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. അതാണ് പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ ആ പദ്ധതി ആരംഭിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അതിൻ്റെ ഒന്നാം ഘട്ടത്തിൻ്റെയൊക്കെ പൂർണ്ണമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ സർക്കാരിൻ്റെ കാലത്തായിരിക്കും പൂർത്തീകരിക്കുക. ഞാൻ പറഞ്ഞത് ഇതിലെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പങ്കിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കാൻ കാരണം. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സംഭാവനയാണ്, ഇതിൻ്റെ ആരംഭകാലം മുതൽക്ക് തന്നെ. അങ്ങനെയുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുകയുണ്ടായി. കോൺഗ്രസിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി. അങ്ങനെയുള്ള മഹൽ വ്യക്തി ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. പക്ഷേ അദ്ദേഹം സ്ഥാപിച്ച INTUCയിലെ തൊഴിലാളികൾ ഇന്നും ആ പാരമ്പര്യം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നു. ഈ വർഷവും അവർ ചടങ്ങുകൾ ഇവിടെ സംഘടിപ്പിച്ചു. ഏതായാലും ഇന്ന് ഈ വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം, അദ്ദേഹം അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അദ്ദേഹം 2010 ഡിസംബർ മാസത്തിൽ മരണപ്പെടുമ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു UDF സർക്കാർ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അന്ന് ആ ആഗ്രഹം പൂവണിഞ്ഞു. പക്ഷേ പിന്നീട് 10 വർഷക്കാലം നമുക്ക് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു. ഇന്ന് വീണ്ടും 2010 ഡിസംബറിൽ അവസാനം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇപ്പോൾ വീണ്ടും സഫലമായിരിക്കുകയാണ്. 10 വർഷത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞു. കേരളത്തിൽ ഇത് മാറ്റങ്ങളുടെ ആരംഭമാണ്. അപ്പോൾ അതിനെയൊക്കെ ആ ശോഭ കെടുത്താൻ വേണ്ടി നടത്തുന്ന ചില കുപ്രചരണങ്ങൾ, അധികാരം നഷ്ടപ്പെട്ടവർ റീൽസിലൂടെയും അതുപോലെ തന്നെ നുണപ്രചരണങ്ങളോടെയും ഒക്കെ ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഒറ്റക്കെട്ടായി ചെറുത്തുകൊണ്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകണമെന്നാണ് ലീഡറുടെ ഈ ജന്മദിനത്തിൽ നമുക്കെല്ലാം ഏറ്റെടുക്കാനുള്ള പ്രതിജ്ഞ. അതനുസരിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തണം, മുന്നണിയെ ശക്തിപ്പെടുത്തണം, അങ്ങനെ നമുക്ക് മുന്നോട്ട് നീങ്ങാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.